ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ മൂവിയാണ് ദി ഫ്യൂരിയസ്. എജാതി പടം എന്ന് പറയാമോ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ കിട്ടുന്ന ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുവരുന്ന ഇന്തോനേഷ്യൻ മൂവീസിലോ അല്ലെങ്കിൽ ടോണിച്ചയുടെ മൂവീസിനൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗും ടെംപ്ലേറ്റ് ഒക്കെ തന്നെയാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് ആണ്. നമ്മൾ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് ഒരുപാട് മൂവീസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലോട്ട് വരുമ്പോൾ ഒരു പ്രസന്റേഷൻ അത് ഡിഫറെന്റ് സ്റ്റൈലായിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ടോപ്പ് നോച്ച് ആയിരുന്നു, എടുത്തു പറയണം. കാരണം ഈ ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അവിടെ ഒന്ന് ഇന്നായി കഴിഞ്ഞാൽ സിനിമയുടെ എൻഡ് വരെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. ഒരു അച്ഛന്റെ മുന്നിൽ വെച്ച് തന്റെ മകളെ കുറച്ച് ഹ്യൂമൻ ട്രാഫിക്കിന്റെ ആൾക്കാർ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകും. സോ ആ ഒരു മകളെ തേടി ഇറങ്ങുന്ന അച്ഛനും പിന്നെ വൈഫിനെ തേടി ഇറങ്ങുന്ന ഒരു ഹസ്ബൻഡും, സോ ഇവർ തമ്മിൽ ടീമപ്പ് ആയിട്ട് പിന്നീട് നടക്കുന്ന ഇവന്റ്സും ആ ഒരു ഹ്യൂമൻ ട്രാഫിക്കിനൊക്കെ റിവീൽ ചെയ്യുന്നതാണ് സിനിമയുടെ സ്റ്റോറി. സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാവും സ്റ്റോറി എങ്ങോട്ടാൻ പോകണത്, പ്രിഡിക്റ്റബിൾ ആണ്. അല്ലെങ്കിൽ ട്രെയിലറിൽ തന്നെ ഫുൾ സ്റ്റോറി ഉണ്ട്. ഈ ഒരു സിനിമയിലൊക്കെ സ്റ്റോറി ആരും നോക്കുന്നു, ഒരു ബേസിക് ത്രെഡ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ എന്താണ് ഇവർ ചെയ്യുന്നത് നമുക്കൊന്ന് ഐഡിയ മാത്രം കിട്ടിയാൽ മതി. മെയിൻലി സിനിമയിൽ വേണ്ടത് ഇടിയാണ്. അത് ഈ സിനിമയിൽ ഒരുപാടുണ്ട്. ഓരോ ഇടിയും കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ മോനെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം മറ്റവനായിട്ട് രണ്ടെണ്ണം കിട്ടണമെന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ രീതിയിലാണ് ഈ സിനിമയിലുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിട്ട് രണ്ടെണ്ണം കിട്ടുമ്പോഴും അവനെ അടിച്ചില്ലാണ്ടാക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. നമ്മൾ ഒരുപാട് ആക്ഷൻ മൂവീസ് കണ്ടിട്ടുണ്ട്. അതിൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് വരും, വെപ്പൻസ് വരും, ഗൺസ് വരും, അങ്ങനെ പലതരത്തിലുള്ള ഫൈറ്റ് ആയിരിക്കും അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ 95% ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് ആണ്. ഇടയ്ക്ക് എവിടെയൊക്കെയാണ് ആൾക്കാർ വെപ്പൻസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സിനിമയിൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നെക്സ്റ്റ് ലെവലാണ്. ഓരോ പഞ്ചും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് കൊടുക്കുന്ന ഓരോ ഇടിയും നല്ല കിൻഡൽ ഇടിയാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ ഡയറക്ടറും സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആരാന്ന് ചോദിച്ചാൽ കെഞ്ചി തനിയാക്കിയാണ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരനാണ് ട്വിലൈറ്റ് ഓഫ് ദ വാരിയേഴ്സിന്റെയും റേജിംഗ് ഫയറിന്റെ ഒക്കെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ. പുള്ളിക്കാരനാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് അറിയാം ഓഡിയൻസിന് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് അവർക്ക് മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് എടുത്താലും അതിന്റെ ഫീല്, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിലെങ്ങനെ ഡിഫറെന്റ് സ്റ്റൈൽ കൊണ്ടുവരാം. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് പല ആക്ഷൻ മൂവീസിൽ കണ്ടുവരുന്ന ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് പിന്നെ യൂസ് ചെയ്ത് വർക്ക് ആവത്തില്ല. ഇപ്പൊ നമ്മൾ ടോണിജിയുടെ മൂവീസിലായാലും പല ഇന്തോനേഷ്യൻ മൂവീസിലായാലും നമ്മൾ ഒരുപാട് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ തന്നെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സിന്റെ ഒരു ഡിഫറെന്റ് സ്റ്റൈലാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കിഡിലായിട്ടാണ് ഓരോ ഫൈറ്റിലും അത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വർഷത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലമായി ഇങ്ങനത്തെ ഒരു കിഡിലും ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ പാക്ഡ് മൂവി കണ്ടിട്ട്. ഇപ്പൊ റീസെന്റ് കണ്ട ഒരു മൂവി എന്ന് പറയുന്നത് ട്വിലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. എനിക്കൊന്ന് ഒരു 1 ഇയർ മുമ്പ് റിലീസായ ഒരു മൂവിയാണ്. അതിൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് ഒരുപാട് ഉണ്ടെങ്കിൽ അതൊരു കുറച്ച് സൂപ്പർ പവർ അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റിൽ വേണം സ്റ്റോറിയാണ്. പക്ഷേ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ നല്ല പക്ക ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് ആണ്. ഭയങ്കര റോ ആയിട്ടാണ് ഓരോ ഫൈറ്റും ഒരു കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഒരു ഫസ്റ്റ് പറഞ്ഞ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അവിടുത്തെ ഒരു ഫീൽ ഉണ്ട്, അവിടെ കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. പിന്നീട് ത്രൂ ഔട്ട് ദ മൂവി ആ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ, അതായത് കുട്ടിയുടെ അച്ഛൻ ആ ഒരു കുട്ടീനെ കിഡ്നാപ്പിന് ശേഷം ആ ഒരു വണ്ടീനെ ചേസ് ചെയ്ത ഒരു സീനുണ്ട്, ലൈക് ട്രെയിലറിലൊക്കെ ഉള്ള ഷോട്ടാണ്. അവിടുത്തെ ഒരു ഓട്ടോ ഉണ്ട്, ആ ഒരു വണ്ടീനെ ചേസ് ചെയ്യുന്ന അതിന്റെ ഒരു എക്സിക്യൂഷൻ എന്റെ മോനെ ലെവൽ ആയിട്ട് വരുന്നു. പുള്ളിക്കാരൻ എടുത്ത് വെക്കുന്ന ഓരോ സ്റ്റെപ്പ്, ഇവിടുത്തെ ഫൈറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഇമോഷൻ എന്താണ്, ആ ഒരു കുട്ടീനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകണം, അച്ഛൻ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്, അയാളെ കൊണ്ട് പറ്റുന്ന എല്ലാം അയാൾ ചെയ്തു, എന്നിട്ട് അയാൾ അവിടെ തോറ്റുപോയി. അപ്പൊ അയാളുടെ മനസ്സിലുള്ള ഒരു വികാരം ഉണ്ടല്ലോ, നമുക്കത് കണക്ട് ആവും. അതായത് എങ്ങനെയെങ്കിലും തേടി പിടിച്ച് എല്ലാത്തിനും ഇടിച്ച് ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരു തോന്നൽ വരും. അമ്മാതിരി കിടലായിട്ടാണ് ഓരോ സീക്വൻസ് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം സ്പോയിലറൊന്നും അല്ല, ഓൾറെഡി ഈ ഒരു മൂവിയുടെ ട്രെയിലർ ഉള്ളതാണ്. അവിടെ നമ്മൾ ഇന്നാം, ആ സിനിമയുടെ വേൾഡിലോട്ട് നമ്മൾ ഇന്നാം. പിന്നെ ക്ലൈമാക്സ് വരാം മോനെ, ലെവൽ ആയിട്ടാണ്. ക്ലൈമാക്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഈ ഒരു മൂവിയുടെ ആക്ഷൻസ് ഒക്കെ എടുത്തു പറയുന്ന പോലെ പറയേണ്ട മറ്റൊരു കാര്യമാണ് പെർഫോമൻസസ്. ഈ സിനിമയിൽ ലീഡായിട്ട് വന്നിരിക്കുന്ന 2 ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് നമ്മളെ മോട്ടേഴ്സും മറ്റേ ജോട്ടസ്ലിമാണ്. ഈ 2 പേരാണ് മെയിൻ ലീഡായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ മോട്ടേഴ്സ് എന്ന് പറയുന്ന ആളുടെ മോളെയാണ് ആ ഒരു ഹ്യൂമൻ ട്രാഫിക്കേഴ്സ് കിഡ്നാപ്പ് ചെയ്യുന്നത്. ആൻഡ് പുള്ളിക്കാരന് സംസാര ശേഷിയില്ല, സോ അതുകൊണ്ട് തന്നെ അവർ കമ്മ്യൂണിക്കേഷൻ കുറച്ച് ട്രബിൾ ആണ്. സോ ആ ഒരു സ്റ്റേജിൽ നിന്നിട്ടാണ് പുള്ളിക്കാരൻ ഒരു മിഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മോളെ കിഡ്നാപ്പ് ചെയ്ത് പോയ ഹ്യൂമൻ ട്രാഫിക്സിനെതിരെ പോകുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നൈസ് ആയിരുന്നു. കാരണം പുള്ളിക്കാരൻ ആ സംസാര ശേഷി ഇല്ലാത്തതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പുള്ളിക്കാരൻ ഹാൻഡിൽ ചെയ്യുന്നതും അതിന്റെ എക്സിക്യൂഷനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനും അതിന്റെ ഒരു ഫൈറ്റും എല്ലാം നൈസ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ നമ്മളെ ജോട്ടസ്ലിം എടുത്തു വരേണ്ട കാര്യമില്ല, കിടിലായിരുന്നു. ആൻഡ് ഇതിൽ വേറൊരു ആളുണ്ട്, ഒരു വലിയ ബോഡിയൊക്കെ ഉള്ള ഒരു മുട്ടത്തലൻ. എന്റെ മോനെ, മൂപ്പരെ കണ്ടിട്ട് ഞാനിങ്ങനെ നിനക്കൊന്നും മരണമില്ലടാ, ഇത്ര ഇടി വാച്ചിട്ട് ചത്തില്ല നീ എന്ന് ആലോചിച്ചു. കാരണം പുള്ളിക്കാരൻ ഇത്രയും ഇടി കൊണ്ടിട്ട് ചാവുന്നില്ല. പുള്ളിക്കാരൻ പിന്നെയും വരുന്നുണ്ട്. ചില സമയത്തൊക്കെ പുള്ളിക്കാരൻ ചെറിയൊരു കോമഡി പീസ് ആയിട്ട് തോന്നുമെങ്കിലും പുള്ളിക്കാരന്റെ ആക്ഷൻ സീക്വൻസ് ഒന്നും ഒരു രക്ഷയില്ല, നല്ല കിഡിൽ ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ ഒരു വില്ലൻ ഉണ്ട്, പുള്ളിക്കാരനും കിടിലായിരുന്നു. ആൻഡ് ഈ ഒരു മെയിൻ വില്ലന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് വരുന്ന ഒരു മൂപ്പറുണ്ട്, ഒരു അമ്പം വില്ലൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ റൈഡിലും ലോൺ സാമുറായിലൊക്കെ ഉണ്ടായിരുന്നു. മൂപ്പര് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിൽ ഈ ഒരു പെർഫോമൻസും ആക്ഷൻ സീക്വൻസിന്റെ ഒപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ സിനിമയുടെ ഒരു വലിയൊരു ഹൈലൈറ്റഡ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ആക്ഷൻസും അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സും വെപ്പൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കൊറിയോഗ്രാഫിയും എക്സിക്യൂഷനും നൈസ് ആയിരുന്നു. ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ മെയിൻ ക്യാരക്ടർ പുള്ളിക്കാരൻ
പുള്ളിക്കാരന്റെ ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഒരു പാറ്റേൺ ഉണ്ട്. പുള്ളിക്കാരൻ ഒരു ചുറ്റിയലുണ്ട്. ചുറ്റിയൽ വെച്ചിട്ട് മൂപ്പര് കാണിക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. എന്റെ മോനെ കിഡിലെന്നൊക്കെ പറഞ്ഞാൽ നല്ല ടോപ്പ് ക്ലാസ് ഇടിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പം വില്ലന്റെ റൈറ്റ് ഹാൻഡ് ഒരു അമ്പുവില്ലുണ്ട്. ആൻഡ് വില്ലന്റെ ഒരു ഫൈറ്റ് സീക്വൻസും കിഡിലാണ്. അവനും അവൻ്റെതായിട്ടൊരു ഡിഫറെന്റ് സ്റ്റൈലുണ്ട്. ആൻഡ് ജോട്ടസിലും പുള്ളിക്കാരൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. ഇങ്ങനെ ഈ സിനിമയിൽ വന്നു പോകുന്ന എല്ലാവർക്കും ആൻഡ് ആ ഒരു മറ്റേ ബിഗ് ബോഡി ഉള്ള ഒരു മുട്ടത്തല മൂപ്പർക്ക് ഒരു ഡിഫറെന്റ് സ്റ്റൈലുണ്ട്. മൂപ്പറുടെ സ്റ്റൈലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം ആ ഒരു വലിയ ബോഡി വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. എന്റെ മോനെ കിഡിലായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ എല്ലാവർക്കും ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് കൊറിയോഗ്രാഫിയാണ് ചെയ്തിരിക്കുന്നത്. പലവർക്കും പല ഡിഫറെന്റ് സ്റ്റൈൽസും പലവർക്കും പല വെപ്പൺസും അതിന്റെ ഒരു കൊറിയോഗ്രാഫി ഒക്കെ നൈസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ആയിട്ട് പറയേണ്ട അല്ലെങ്കിൽ വൺ ഓഫ് ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു പ്രീ ക്ലൈമാക്സിൽ വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്ലാസ് ആയിട്ട് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് അറിയത്തില്ല. വേറെ ലെവലാണ്. സിനിമയിൽ ഒരുപാട് ഫൈറ്റ് ഉണ്ട്. ആ ഒരു കിഡ്നാപ്പിംഗ് സീനിൽ നിന്നാണ് സിനിമയുടെ ആക്ഷൻ സീക്വൻസ് തുടങ്ങുന്നത്. അവിടെ നിന്ന് സിനിമയുടെ എൻഡ് വരെ ഫുൾ ആക്ഷൻ സീക്വൻസ് ആണ്. പക്ഷെ എല്ലാ ആക്ഷൻ സീക്വൻസിനെക്കാളും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ എല്ലാത്തിനേക്കാളും വൺ ഓഫ് ദ ബെസ്റ്റും വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു പ്രീ ക്ലൈമാക്സ് അല്ലെങ്കിൽ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. എനിക്ക് തോന്നുന്നു 25 to 30 മിനിറ്റ്സിന്റെ അകത്തുണ്ട് ഒരു വലിയൊരു ക്ലൈമാക്സ് ആണ്. ആ ഒരു ഫൈറ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. വേണമെങ്കിൽ 4v1 എന്നോ അല്ലെങ്കിൽ 2v2v1 എന്നോ അല്ലെങ്കിൽ 3v2v1 എന്നോ ഇങ്ങനെ വേണോ പറയാം. അമ്മാതിരി ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ. എന്റെ മോനെ ജാതി ഫൈറ്റ് എന്ന് അറിയാമോ, ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ഫൈറ്റ് ആണ്. ക്യാമറ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഓണാക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നടക്കുന്ന ഇടിയുടെ പെരുന്നാളാണ്. അത് തിയേറ്ററിൽ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. വേറെ ലെവൽ എക്സിക്യൂഷൻ ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു ലാസ്റ്റ് 25 to 30 മിനിറ്റ്സിന്റെ ഉള്ള ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫിയും ആ ഒരു സീൻ എക്സിക്യൂഷനും അതിന്റെ സ്റ്റേജിങ്ങും ഫൈറ്റും ക്യാമറയും സൗണ്ടും എല്ലാം പൊളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ടോപ്പ് ക്ലാസ് പ്രസന്റേഷൻ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഈ ഒരു സിനിമയുടെ ഒരു ബേസിക് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ വരുന്ന എല്ലാ ഫൈറ്റും നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല ബ്ലഡ് ബാത്ത് എറിഞ്ഞിട്ടുള്ള ഒരുപാട് കിടിലൻ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പിന്നീട് നമ്മളെ ഇന്ത്യൻ സെൻസർ ബോർഡ് എപ്പോഴത്തെ പോലെ നല്ലൊരു പണി ചെയ്തിട്ടുണ്ട്. കുറെ നല്ല സീൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. എനിക്ക് ഓവറോൾ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു കിടിലൻ ആക്ഷൻ മൂവിയാണ്. സോ എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്യുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.